നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ആദ്യമായി എഴുതുന്ന സ്റ്റുഡൻസിനോടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ടതും ആ എക്സാം ഹാളിലേക്കുള്ള പഠന യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് മക്കളെ, സമയത്തെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് 75 മിനിറ്റ് ആണ് 100 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് കിട്ടുക. 75 മിനിറ്റ് ആണ് 100 ചോദ്യങ്ങൾ ചെയ്യാൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ഈ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, പരീക്ഷാ ഹാളിൽ 75 മിനിറ്റിനുള്ളിൽ 100 ചോദ്യങ്ങൾ ചെയ്യണം. പക്ഷേ ഈ 100 ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 മാർക്ക് വേണ്ട, പകരം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് മതി. പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. 3 സ്റ്റേജ് ആണ്, നോർമലൈസേഷനും മറ്റുമൊക്കെ ഉണ്ടാകും. അതായത് മക്കളെ, നിങ്ങൾക്ക് പരമാവധി മാർക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റണം. അതായത് ഒരു 55 പ്ലസിലോട്ട് നിങ്ങളുടെ സ്കോറിനെ കൊണ്ട് എത്തിക്കാൻ പറ്റിയാൽ സേഫ് ആണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നെഗറ്റീവ് മാർക്കുകളുടെ പ്രശ്നമാണ്. നെഗറ്റീവ്സ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് ശരിയാണെന്ന് പറഞ്ഞ് കറുപ്പിക്കുന്ന ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സമയം മനസ്സിലായി. 75 മിനിറ്റ് ഉണ്ട്, അതായത് 1.25 മണിക്കൂറാണുള്ളത്. ആ 1.25 മണിക്കൂറിലാണ് 100 ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ 100 ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങൾ തെറ്റായിരിക്കും, മനഃപൂർവ്വം തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ ആ തെറ്റായ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഡിലീറ്റഡ് ആവാനാണ് സാധ്യത. നമ്മൾ അതിന്റെ പുറകെ ഇരുന്ന് ഒരുപാട് സമയം കളഞ്ഞാൽ നിങ്ങളുടെ സമയം വെറുതെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കൂടി നിങ്ങൾ വെറുതെ നഷ്ടപ്പെടും. അതുകൊണ്ട് പരീക്ഷാ ഹാളിൽ മക്കളെ, നിങ്ങൾ ഇനിയും ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതാണ്. ഇപ്പോഴേ നിങ്ങൾ മോക്ക് എക്സാമുകൾ എടുക്കുമ്പോൾ ഞാൻ ഈ പറയും പോലെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മെയിൻ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ മോക്ക് എക്സാമുകൾ ഇതേ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാമുകൾ ചെയ്തു പോകാനായിട്ട് പറ്റും. മക്കളെ, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. അവിടെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 1 മലയാളവും 2 ഇംഗ്ലീഷുമാണ്. കാരണം ശരി ഉത്തരം അറിയാമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. ഈ 2 ഓപ്ഷനെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. ഒന്നെങ്കിൽ അറിയാമെങ്കിൽ വേഗം നമുക്ക് കറുപ്പിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് കറുപ്പിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഒന്നെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മലയാളവും ഇംഗ്ലീഷും ചെയ്യുകയാണ് എങ്കിൽ 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് വേഗത്തിൽ തീർക്കാൻ പറ്റും. വളരെ വേഗത്തിൽ, ആദ്യത്തെ വളരെ കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റും. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇംഗ്ലീഷും മലയാളവും എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ പ്രയാസമുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്ത് അവസാനം സമയം കിട്ടാതെ വന്നാൽ ഒരു പക്ഷേ 30 മാർക്ക് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷും മലയാളവുമാണ്. അതിനുശേഷം മക്കളെ, GK-യിലെ 1 വേർഡ് ചോദ്യങ്ങൾ നോക്കാം. ഓടിച്ചിട്ട് നോക്കുക. 1 വേർഡ് ചോദ്യങ്ങൾ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള ചോദ്യം, ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ടുള്ളത് ആദ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവുക. സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ വേഗം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ മാത്സിലേക്ക് പോവുക, അതിൽ എളുപ്പമുള്ളത് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നന്നായി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾ നേടിയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന്, നിങ്ങൾ ടെൻഷൻ ഫ്രീ ആകുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ടെൻഷൻ ഫ്രീ ആവാനായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഒന്ന് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതായത് നിങ്ങളൊരു 6-8-6-1 റൂളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില റൂളുകൾ ഞാൻ തന്നെ ഈ വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. രണ്ട്, നെഗറ്റീവ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ ഓർഡറിൽ ഒന്ന് ചെയ്തു പോകാൻ ശ്രമിക്കാം. ടൈം മാനേജ് ചെയ്യാനായിട്ടും അത് തന്നെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ആദ്യത്തെ 30 ചോദ്യങ്ങൾ ചെയ്തു, ഇനി ബാക്കി പെൻഡിങ് 70 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ 70 ചോദ്യങ്ങളിൽ GK ആണ് 50 ചോദ്യങ്ങൾ. അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു 20ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉത്തരം പെട്ടെന്ന് കിട്ടും പക്ഷെ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു 15 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു 15 ചോദ്യങ്ങൾ നല്ല പ്രയാസമായിരിക്കും. അപ്പൊ ഈ 2 കാറ്റഗറിയും വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു 35 ചോദ്യങ്ങൾ കൂടി അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ 65 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള ഒരു 35 ചോദ്യങ്ങൾ, അതിൽ 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. അവസാനം മാത്സിലെയും ഒരു 10-12ഓളം ചോദ്യങ്ങൾ വേഗം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കി 8 ചോദ്യങ്ങളായിരിക്കും പ്രയാസം ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയും രീതിയിൽ ഒന്ന് ചെയ്തു പോയാൽ നിങ്ങൾക്ക് സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ റോങ് ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ ശരി ഉത്തരം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ തെറ്റുത്തരം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണെങ്കിൽ കൂടുതലും നിങ്ങൾ റോങ് കണ്ടുപിടിക്കാൻ പോയാൽ വേഗത്തിൽ ഉത്തരം കിട്ടും. അതായത് തെറ്റായത് കണ്ടുപിടിക്കാൻ പോയാൽ ഓപ്ഷൻസിൽ, സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോയാൽ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം.
ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള സമയം നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിന് വേണ്ടി സമയം മാറ്റി വെക്കുക. ഹോട്ട് ടോപ്പിക്സിൽ മാത്രം എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാം. രണ്ടാമത്തെ കാര്യം, പരമാവധി എക്സാംസ് ചെയ്യുക. എത്രത്തോളം എക്സാംസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സാംസ് ചെയ്യാം. പറ്റുമെങ്കിൽ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. അതായത് അധ്യാപകർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ചിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് MEM മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. GK 50 ടോപ്പിക്സേ ഉള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് പാക്ക് ഉണ്ടാവും. അതായത് 3300 ചോദ്യങ്ങളുടെ ടെസ്റ്റ് പാക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും എക്സാംസ് ചെയ്തു പോയാൽ ഞാൻ ഈ പറയും പോലെയാണ് ചെയ്തു പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ്. എത്രത്തോളം ചോദ്യങ്ങൾ അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഒരു സംശയവും വേണ്ട. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രോപ്പർ ആയിട്ട് റിവിഷൻസ് ആവശ്യമായുള്ളത് ചെയ്യാൻ പറ്റും. ഡെയിലി ക്വസ്റ്റ്യൻസ്, ഡെയിലി ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പരമാവധി നോട്ട്സ് വായിക്കാനുള്ള സമയം കിട്ടും. A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഈസ്റ്റർ പ്രമാണിച്ച് 20% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് 20% ഓഫിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് എടുത്തിട്ട് ഈസ്റ്റർ 20 എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഈസ്റ്റർ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈസ്റ്റർ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസ്റ്റർ ഡേയുടെ ഈ ഒരു ഓഫർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ബാച്ചുകൾക്കും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭ്യമാണ്. 3 മുതൽ 5 വരെയുള്ള ദിവസങ്ങളാണ് ഇത് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇപ്പൊ തന്നെ ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. ഇത് ഡിഗ്രി ലെവലിലെ ബാച്ചിൽ മാത്രമല്ല, നമ്മുടെ ഏത് ബാച്ച് എടുത്താലും VFAയുടെ ഗോൾഡ് ബാച്ച് ആയിക്കോട്ടെ, അല്ലായെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചുകളായിക്കോട്ടെ, ഏത് ബാച്ചുകൾ എടുത്താലും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി പരമാവധി എത്തിക്കാൻ ശ്രമിക്കാം. 20% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചോ മക്കളെ. എത്രത്തോളം ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ഹാപ്പി ആയിട്ട് പഠിച്ചോ. ഈ ഒരു ബാച്ചിന്റെ അവൈലബിലിറ്റി നിങ്ങൾ നോക്കുക. താഴെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇതിന്റെ ഭാഗമായിട്ട് 250 സീറ്റേ ഉള്ളൂ. അതിൽ 50 സീറ്റ് മാത്രമാണ് ഈ ഡിഗ്രി പ്രിലിംസ് ബാച്ചിനുള്ളത്. അപ്പൊ കുറച്ച് സീറ്റ് കൂടി മാത്രമേ ഉള്ളൂ. വേഗം തന്നെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിൽ കാണാം. കിടിലനായിട്ട് പഠിച്ചോ. റിസൾട്ട് നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കും. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ക്ലാസ്സിൽ കാണാം.